നമസ്തേ. രാമരാമ പാഹിമാം കേരളത്തിന്റെ ഹൃദയനാഥം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്ന രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും സംബന്ധിച്ച വാർത്താ സമ്മേളനം എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് നടന്നു. മെയ് 15, 16, 17 തീയതികളിൽ ഗുരുവായൂർ സരയൂ നഗറിലെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് ത്രിദിന മഹാസംഗമം നടക്കുന്നത്. ഭാരത സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഗുരുവായൂരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജടായു എന്ന സങ്കല്പം, അതേപോലെ പമ്പാതടം, പിന്നെ ശബരി, ഏഴിമല, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ശരിക്ക് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ തന്നെ ഉണ്ട് അറിയപ്പെടാത്തത്. ഇതൊക്കെ അറിയിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് വളരെ നന്മയുള്ളൊരു വിഷയമാണ്. അദ്ദേഹത്തിന് എപ്പോഴും താല്പര്യം മനുഷ്യനെ സഹായിക്കുക, സമ്പാദ്യത്തിനപ്പുറത്ത് ത്യജിക്കുക എന്ന് പറയുന്ന ത്യാഗത്തിൻ്റെ ഒരു ഭാവമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ എനിക്ക് സന്തോഷമാണ്. എനിക്ക് വയ്യെങ്കിൽ പോലും ഞാൻ ഇവിടെ വരെ വന്നത് സ്വാമിജിയുടെ ആ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം അതിനുണ്ടാവണം. രാമമന്ത്രമേൽക്കാത്ത ഗ്രാമങ്ങൾ കേരളത്തിൽ കുറവാണ്. രാമന്റെ ആ ചൈതന്യത്തിൻ്റെ അനുഭൂതി, അതല്ലെങ്കിൽ ആ സാന്നിധ്യത്തെ അറിയാത്ത മണൽ തരികൾ പോലും കേരളത്തിൽ കുറവാണ്. എല്ലാ മുക്കിലും മൂലയിലും ആ രാമ സാന്നിധ്യം ഉണ്ട്. അതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ചില ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ 1008 അമ്മമാരുടെ രാമഗായത്രി ജപം, 1008 അമ്മമാർ നേതൃത്വം നൽകുന്ന നാരായണീയ പാരായണം, ആദിത്യ ഹൃദയ ജപം, ഓട്ടംതുള്ളല്, നൃത്താവിഷ്കാരങ്ങൾ, അതുപോലെ കേരളത്തിന്റെ ആദിവാസി സമൂഹത്തിൽ, ഗോത്ര സമൂഹത്തിൽ അന്യം നിന്നു പോയിട്ടുള്ള രാമർ കൂത്ത് എന്ന് പറയുന്ന കല, അതിൻ്റെ പുനരുജ്ജീവനം, അങ്ങനെ തുടങ്ങി ആധ്യാത്മികവും ഭക്തിപരവും അതുപോലെ തന്നെ അറിവിൻ്റെയും കൂടിയിട്ടുള്ളൊരു മിക്സ് ആണ് ശരിക്ക് ഈ രാമഭക്ത സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയ് മാസം 15, 16, 17 തീയതികളിൽ സരയൂ നഗർ എന്ന് പേരിട്ടുള്ള ഗുരുവായൂർ ടൗൺ ഹാളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിന്റെ ആത്മീയ ജീവിതത്തിലും സംസ്കാരത്തിലും ശ്രീരാമചന്ദ്ര പ്രഭു ചെലുത്തിയ സ്വാധീനം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലകളിലും സാഹിത്യങ്ങളിലും ഭക്തി സമ്പ്രദായങ്ങളിലും രാമനാമം സൃഷ്ടിച്ച സ്വാധീനം പുതിയ തലമുറകളിലേക്ക് കൈമാറാനുള്ള വേദിയായിരിക്കും ഈ സംഗമമെന്നും സംഘാടകർ വ്യക്തമാക്കി. പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത നർത്തകി കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 50ഓളം നർത്തകിമാർ പങ്കെടുക്കുന്ന 2 ദിവസത്തെ മോഹിനിയാട്ട ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട്. മെയ് 15 മുതൽ 17 വരെ 1008 പേരുടെ നേതൃത്വത്തിൽ ശ്രീരാമ ഗായത്രി ജപയജ്ഞം, ആദിത്യ ഹൃദയ മന്ത്രജപം, നാരായണീ പാരായണം, ഗോദണ്ഡ പൂജ, അഷ്ടലക്ഷ്മി പൂജ, മഹാഗണപതി ഹോമം തുടങ്ങിയ നിരവധി ആത്മീയ ചടങ്ങുകളും നടക്കും. ഗോത്ര സംസ്കാരത്തിന്റെ അപൂർവ പൈതൃക കലാരൂപമായ രാമർകൂത്ത് ഈ മഹാസംഗമത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരിക്കും. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹത്തിന്റെ ആത്മാവായി തലമുറകളായി കൈമാറപ്പെട്ട ഈ കലാരൂപം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വീണ്ടും പൊതുവേദികളിലേക്ക് എത്തുന്നത്. സംവിധായകൻ വിജീഷ് മണിയുടെ നേതൃത്വത്തിലാണ് രാമർകൂത്ത് പുനരാവിഷ്കരിക്കുന്നത്. ശ്രീരാമ കഥകളെ പാട്ടും ചുവടും ഭാവങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഈ കലാരൂപം ഗോത്ര സമൂഹത്തിന്റെ ചരിത്രവും സംസ്കാരവും അടയാളപ്പെടുത്തുന്നതാണെന്ന് സംഘാടകർ പറഞ്ഞു. മെയ് 17 രാവിലെ 11 മണിക്ക് ഗുരുവായൂർ ടൗൺ ഹാളിൽ ഒരുക്കുന്ന പ്രത്യേക വേദിയിലാണ് രാമർകൂത്ത് അരങ്ങേറുക. അതേസമയം കോദണ്ഡ പൂജയ്ക്കുള്ള പവിത്രവില്ലും ധർമ്മധ്വജവും ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഘോഷയാത്രയായി ഗുരുവായൂരിലേക്ക് എത്തിക്കും. വിവിധ ക്ഷേത്രങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് ഘോഷയാത്ര 15-ാം തീയതി ഗുരുവായൂരിലെത്തുക. തുടർന്ന് താലപ്പൊലിയുടെ അകമ്പടിയോടെ സരയൂ നഗറിലേക്ക് ആനയിക്കും. ധ്വജാരോഹണവും ഗോദണ്ഡ സ്ഥാപനവും നടത്തിയാണ്
രാമഭക്ത സംഗമത്തിന് തുടക്കമാകുന്നത്. 101 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അഷ്ടപതിയും ചടങ്ങിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ 101 ഗായകർ അണിനിരക്കുന്ന അഷ്ടപതി സംഗീതാർപ്പണം നടക്കും. 16-ാം തീയതി 1008 അമ്മമാരുടെ നാരായണ പാരായണത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആദ്യമായി ശ്രീരാമ ഗോദണ്ഡ പൂജയും നടക്കും. 17-ാം തീയതി 1008 അമ്മമാരുടെ ആദിത്യ ഹൃദയ ജപത്തോടനുബന്ധിച്ച് അഷ്ടലക്ഷ്മി സമേത രാമപൂജയും നടക്കും. പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷത വഹിക്കും. ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരും കേരള കുംഭമേളയുടെ മുഖ്യ ആചാര്യനുമായ സ്വാമി ആനന്ദവനം ഭാരതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. ദേശീയ സെമിനാറിൽ പ്രമുഖ പുരാവസ്തു ഗവേഷകനായ KK മുഹമ്മദ്, ഡോക്ടർ TP ശശികുമാർ തുടങ്ങിയ ഇന്ത്യയിലെ നിരവധി പണ്ഡിതന്മാരും പ്രമുഖരും വിവിധ വിഷയങ്ങളിൽ പ്രബന്ധാവതരണങ്ങളും പ്രഭാഷണങ്ങളും നടത്തും. സമാപന സഭ അയോധ്യ കേസിൽ ആദ്യത്തെ പൂർണ്ണവിധി പ്രഖ്യാപിച്ച മുൻ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് സുധീർ അഗർവാൾ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മുഖ്യ സംയോജക് മൗനയോഗി സ്വാമി ഡോക്ടർ ഹരിനാരായണൻ, ജോഫി KJ, ബാബുരാജ് കേച്ചേരി എന്നിവർ പങ്കെടുത്തു.